ശബരിമലയിൽ നടന്നത് വൻ സ്വർണ്ണക്കൊള്ളയെന്ന് VSSCയുടെ ശാസ്ത്രീയ റിപ്പോർട്ട്. മോഷ്ടിച്ചത് 989 ഗ്രാം സ്വർണ്ണമല്ലെന്ന അന്തിമ പരിശോധനാ ഫലം പ്രത്യേക അന്വേഷണ സംഘം നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. അടൂർ പ്രകാശിന് പിന്നാലെ ആന്റണി MPയെയും SIT ചോദ്യം ചെയ്യും. അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ കൂടുതൽ ചിത്രങ്ങൾ പുറത്തുവന്നു. ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ചത് 989 ഗ്രാം സ്വർണമെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന വിവരം. എന്നാൽ അതല്ല, കൂടുതൽ സ്വർണം നഷ്ടമായെന്നാണ് VSSCയിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തൽ. അന്തിമ പരിശോധനാ ഫലം VSSC SITക്ക് കൈമാറി. ഈ റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഹൈക്കോടതിയുടെ അനുമതിയോടെ നാളെ കുറ്റപത്രം നൽകാനും SIT നീക്കം നടത്തുന്നുണ്ട്. അതിനിടെ UDFനെ കൂടുതൽ വെട്ടിലാക്കി അടൂർ പ്രകാശിന് പിന്നാലെ കോൺഗ്രസ് MP ആന്റണിയെ ചോദ്യം ചെയ്യാനും SIT തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം നോട്ടീസ് നൽകി വിളിച്ചു വരുത്തും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള ചിത്രങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനൊപ്പം സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കും. കേസിൽ കോൺഗ്രസ് പ്രതിരോധത്തിലായതോടെ വിഷയം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് CPIM. മുഖ്യമന്ത്രിക്ക് പിന്നാലെ KC വേണുഗോപാലിനെ ഉന്നമിട്ടാണ് നേതാക്കളുടെ കടന്നാക്രമണം. അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യലോടുകൂടി ഇതേവരെ ഇവരെല്ലാം CPMനെതിരായിട്ടുള്ള ഒരു ആയുധമായിട്ടാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യം ഉപയോഗിച്ചത്. ഇപ്പം അതിൻ്റെ വ്യാപ്തി കൂടുകയാണ്. ആ വ്യാപ്തി കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് അവരാദ്യം ശ്രമിച്ചത് ഉടനെ കുറ്റപത്രം കൊടുക്കണം എന്നാണ്. ഉടനെ കുറ്റപത്രം കൊടുത്താൽ ഈ പറയുന്നവരെ ഒന്നും കുറ്റപത്രത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള മുൻ വിധിയോടുകൂടിയാണ് അവർ ആ കാര്യം പറഞ്ഞത്. കോൺഗ്രസിന്റെ സമന്വയ നേതാക്കളെ സ്വർണ്ണക്കവർച്ച കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് സന്ദർശിച്ചതെന്ന കാര്യത്തിൽ മറുപടി പറയാനുള്ള ബാധ്യത വേണുഗോപാലിനുണ്ട്. AICC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ KC വേണുഗോപാൽ അറിയാതെ ഇത്തരം കൂടിക്കാഴ്ചകൾ നടക്കുമോ? സ്വർണ്ണക്കൊള്ളയിലെ ആരോപണത്തിന്റെ പേരിൽ എങ്ങോട്ടും ഒളിച്ചോടി പോകില്ലെന്ന് അടൂർ പ്രകാശ് പ്രതികരിച്ചു. ഒളിച്ചോട്ടം നടത്താൻ ഞാൻ തയ്യാറല്ല. ഒളിച്ചോട്ടം നടത്താൻ തയ്യാറല്ല. നേരെ വന്ന് കാര്യങ്ങൾ പറയുവാൻ ഉള്ള അന്തസ്സും അഭിമാനവും കാണിക്കുന്ന ഒരാളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് എൻ്റെ ചിത്രം വന്നു. ആ ചിത്രം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതേക്കുറിച്ച് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്യുന്നത് രാഷ്ട്രീയ പ്രേരിതമെന്ന് ചൂണ്ടിക്കാട്ടി ചെറുക്കാനാണ് പാർട്ടി തീരുമാനം. അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ കൂടുതൽ ചിത്രങ്ങൾ പുറത്തുവന്നു. ഡിഗ്രിക്ക് റാങ്ക് ലഭിച്ച പോറ്റിയുടെ അമ്മാവന്റെ മകൾക്ക് ഉപഹാരം നൽകുന്നതാണ് ചിത്രം. കുട്ടിക്ക് ഒരു മൊമെന്റോ നൽകിയാൽ എന്താണ് തെറ്റെന്ന് ചോദിച്ച കടകംപള്ളി പുകമറ സൃഷ്ടിക്കാൻ കോൺഗ്രസും BJPയും ശ്രമിക്കുന്നുവെന്നും ആരോപിച്ചു. 2 തവണയല്ല 40 തവണ പോയെങ്കിലും പോയെന്ന് പറയാൻ എനിക്കൊരു മടി ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ഈ പറയുന്ന ഈ കാര്യങ്ങളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ ആർക്കും ഒരു കടലാസും കൊടുത്തിട്ടില്ല. ഞാൻ ആരോടൊന്നും സംസാരിച്ചില്ല. എനിക്ക് ആരുമായിട്ടും ഒരു ഇടപാടുമില്ല. അതുകൊണ്ട് അത് പറയാൻ എനിക്ക് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ മൊമെന്റോ കൊടുക്കലെന്നൊക്കെ പറയുന്ന ഒരു വലിയ സംഭവമായിട്ട് നിങ്ങൾ പറയാണ്. ഞാനൊരു 10,000 മൊമെന്റോ എങ്കിലും നമ്മുടെ ഈ നാട്ടിലെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയെ ചൊല്ലി വരും ദിവസങ്ങളിൽ LDF UDF വാക്പോര് കനക്കുമെന്ന് ഉറപ്പാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം, തിരുവനന്തപുരം.